ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് ഓരോ ദൈവമക്കളുടെ അരികിലേക്കും ഇറങ്ങി വന്ന് നിങ്ങളോട് സംസാരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം ഇറങ്ങുന്നത് എവിടെയാണ്? ദൈവം സന്ദർശിക്കുന്നത് എവിടെയാണ്? ദൈവം ഇറങ്ങുന്നതും ദൈവം സന്ദർശിക്കുന്നതും ദൈവം ആത്മാവാകുന്നത് കൊണ്ട് തന്നെ ആത്മീയ ഗൃഹത്തിലേക്കാണ് കർത്താവ് ഇറങ്ങുന്നത്. എവിടെ ഇറങ്ങുന്നത്? ആത്മീയ ഗൃഹത്തിലേക്ക്. ആ ആത്മീയ ഗൃഹത്തിൻ്റെ സ്ക്വയർ ഫീറ്റ് അനുസരിച്ചല്ല ദൈവം ഇറങ്ങുന്നത്. നമ്മൾ വസിക്കുന്ന വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് അനുസരിച്ചോ ലെവൽ അനുസരിച്ചോ അല്ല ദൈവം ഇറങ്ങുന്നത്. പകരം ദൈവം ഇറങ്ങുന്നു, ഇറങ്ങി അവനിവിടെ ഉണ്ട് എന്നറിയാൻ കഴിയുന്ന തരത്തിലുള്ള സ്പിരിറ്റ് ലെവലിലാണ് ദൈവം ഇറങ്ങുന്നത്. അവിടെ സ്പിരിറ്റ് ലെവലിൽ സ്പിരിച്വൽ വെലോസിറ്റിക്കകത്തുള്ള അല്ലെങ്കിൽ സ്പിരിച്വൽ ഫ്രീക്വൻസിക്കകത്തുള്ളൊരു വർധനവ് ഒരു വ്യക്തിയിൽ ഉണ്ടാകുമ്പോൾ ദൈവം ഇറങ്ങുന്നു, ദൈവം ഇറങ്ങും, ദൈവം വസിക്കുന്നു എന്നിങ്ങനെ നമുക്ക് ഒരു കൺഫർമേഷൻ, ഒരു അഫർമേഷൻ നമുക്ക് നമ്മുടെ സ്പിരിറ്റിൽ നിന്ന് തന്നെ ലഭിക്കും. അങ്ങനെ തിരിച്ചറിയത്തക്ക നിലയിൽ ദൈവം സന്ദർശിക്കുന്ന വ്യക്തിയെ നമുക്ക് ഒരു ആത്മീയ ഗൃഹം എന്ന് വിളിക്കാനായി സാധിക്കും. ഒരു വീട്ടിൽ ഒരാത്മീയ ഗൃഹമെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു വീട്ടിൽ ഒരാത്മീയ ഗൃഹമെങ്കിലും ഉണ്ടെങ്കിൽ അവൻ നിമിത്തം, ആ വ്യക്തി നിമിത്തം ആ ഗൃഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. പൗലോസ് അതിന് തെളിവ് തന്നിരിക്കുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിലൂടെയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നു എന്ന് നീ അറിയുന്നില്ലേ എന്ന് ഓർമ്മപ്പെടുത്തേണ്ട ഒരവസ്ഥ കൊരിന്ത് സഭയ്ക്ക് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഒരു അന്വേഷണം നടത്തേണ്ട ഒരവസ്ഥ കൊരിന്ത് സഭയ്ക്കുണ്ടായിരുന്നു, കൊരിന്ത് സഭയിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു. അവർ സമ്പന്നരാണ്, വളരെയേറെ വ്യാപാരത്തിൽ മികവ് പുലർത്തുന്ന പട്ടണമാണ്, അവർക്ക് അത്യാവശ്യം ജ്ഞാനമുള്ള ഒരു കൂട്ടമാണ്. എങ്കിലും അവർക്ക് അറിയാവുന്ന കാര്യങ്ങളെക്കാളും അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ കൊരിന്ത് പട്ടണത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് ആ പട്ടണത്തിലുള്ള സഭയിലെ വിശ്വാസികളോട് പൗലോസ്ലീഹ ചോദിക്കുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു മന്ദിരത്തിൽ വസിച്ചാൽ അറിയാൻ പറ്റും. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ വസിച്ചാൽ അറിയാൻ പറ്റും. ഈ അറിയായിക കൊണ്ടാണ് നാം പ്രാർത്ഥനയുടെ സമയങ്ങളിൽ ദൈവസന്നിധിയിൽ ചോദ്യങ്ങൾ ഉയർത്തുന്നത്. കർത്താവെ, അങ്ങനെ കാണുന്നില്ലേ, എന്നെ കേൾക്കുന്നില്ലേ, എന്നെ അറിയുന്നില്ലേ എന്നിത്യാദി ചോദ്യങ്ങൾ ഇയ്യോബ് അടക്കമുള്ളവർ ദൈവസന്നിധിയിലേക്ക് ഉയർത്താനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അറിയായ്മയാണ്. അറിയാൻ പറ്റുന്നില്ല. അങ്ങനൊരവസ്ഥ ഒരാത്മീയന് സാത്താൻ കൊണ്ടുവെക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നിങ്ങളിൽ തന്നെ പലരും ഉണ്ടാകും, ഒരു തെറ്റും മനസ്സറിയൊക്കെ ചെയ്യാത്തപ്പോൾ, പ്രത്യേകിച്ച് അങ്ങനെ ഒരു കാരണവും ഓർത്തെടുക്കാൻ ഇല്ലാതിരിക്കുമ്പോൾ പോലും പൊടുന്നനവേ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടതുപോലത്തെ ഒരവസ്ഥ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത പോലത്തെ അവസ്ഥ, ആരാധിക്കാൻ കൊതിയുണ്ടെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിലും ആരാധിക്കാൻ പറ്റാത്ത പോലുള്ള ഒരവസ്ഥ. ആ തലേ ദിവസം വളരെ ശക്തമായി ആരാധിച്ചിട്ട് കിടന്നിട്ടും
അടുത്തൊരു ദിവസം ആരാധിക്കാൻ പറ്റാത്തൊരവസ്ഥ, കൈയും കാലും ശരീരവും ഒക്കെ കെട്ടിവെച്ചതുപോലത്തെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ആരാധിച്ചിട്ടും ദൈവസാന്നിധ്യം അറിയാൻ പറ്റാത്ത, പ്രാർത്ഥിക്കാൻ കൊതിയുണ്ടായിട്ടും ദൈവസാന്നിധ്യത്തെ തൊടുവാൻ കഴിയാത്ത, ആ സാന്നിധ്യം കൊണ്ട് ഇതിനെ നശിപ്പിച്ച് കളയാൻ, ആ ദൈവസാന്നിധ്യം കൊണ്ട് ആ കെട്ടപ്പെട്ട അവസ്ഥയെ ഒന്ന് വിടുവിച്ചെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റാത്ത ഒരവസ്ഥ. എപ്പോഴാണ് ദൈവസാന്നിധ്യം ഒരു മനുഷ്യൻ അറിയാൻ പറ്റാത്ത അവസ്ഥകൾ വരുന്നത്? ലളിതമായി 1-2-3 പോയിന്റുകൾ പറഞ്ഞാൽ, ഒന്ന്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മനഃപൂർവമായി പ്രാർത്ഥന കുറയുമ്പോൾ. 2, ഒരു മനുഷ്യൻ ലോകവുമായി ഇടകലർന്നുള്ള ഒരു ജീവിതം അവൻ തുടരുമ്പോൾ. 3, ദൈവിക കാര്യങ്ങളിൽ നിന്ന് താല്പര്യം നഷ്ടപ്പെട്ട പാപത്തിൻ്റെ സുഖലോലുപതകളിൽ ഒരു മനുഷ്യൻ മുഴുകുമ്പോൾ. 4, പൈശാചിക ശക്തികളുടെ അത്യാക്രമണം ഒരു മനുഷ്യൻ്റെ മേൽ അതിശക്തമായി വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഓപ്പറേഷൻ പോലെ, ഒരാത്മീയ ബന്ധനം പോലുള്ള അവസ്ഥകൾ, ആ പൈശാചിക അറ്റാക്ക് പോലുള്ള അവസ്ഥകൾ ഒരു മനുഷ്യനെ ശക്തമായി വരിഞ്ഞു മുറുകുമ്പോൾ, ഈ സമയങ്ങളിലൊക്കെയാണ് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റാത്ത പോലുള്ള ഒരവസ്ഥ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്നത്. ദൈവസാന്നിധ്യത്തിന് ചുറ്റും വേലി കെട്ടി വെക്കുന്ന ഒരവസ്ഥ. എന്നാൽ പൗലോസ്ലീഹ ഇന്ന് കൊരിന്ത്യ സഭയോട് ചോദിച്ചത് ഒരു ഉദ്ദേശത്തോടെ ആണെങ്കിൽ മറ്റൊരു ഉദ്ദേശത്തോടു കൂടെ, കാരണം ആ സഭയിലെ ജനത്തിന് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണമുള്ളൊരു ജീവിതമില്ല. അതുകൊണ്ടൊരു ചോദ്യം ചോദിച്ചതാണ്, നിങ്ങൾ ഈ ശരീരം കൊണ്ട് എന്തിനാ ഈ പാപം ചെയ്യുന്നത്? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന് അറിയത്തില്ലേ? ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ എന്ന് ചോദിച്ചു. പക്ഷേ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലൂടെ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവ് ചിലരോട് ചോദിക്കുകയാണ്, ഇങ്ങനെയൊത്ത ഒരു തെറ്റുകളും ചെയ്യാതെ ഇരിക്കുമ്പോഴും ദൈവസാന്നിധ്യം ഏറ്റവും നന്നായി അനുഭവിച്ചു കൊണ്ടിരുന്ന നിങ്ങൾക്ക് കാര്യമെന്ത് എന്നറിഞ്ഞുകൂടാത്ത നിലയിൽ, നിങ്ങളൊരു ആത്മീയ ഗൃഹമായിരിക്കെ കാര്യമെന്ത് എന്നറിഞ്ഞുകൂടാത്ത നിലയിൽ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണോ? പ്രാർത്ഥിച്ചു മുന്നേറാൻ കഴിയാത്ത ഒരവസ്ഥയിലാണോ? വിടുതൽ എടുക്കേണ്ടത് എങ്ങനെയാണ് എന്നറിയാമായിരുന്നിട്ടും ആ ദൈവ സാന്നിധ്യം കിട്ടാത്തതുകൊണ്ട് വിടുതൽ എടുക്കാൻ പറ്റാത്ത ഒരു കെട്ടപ്പെട്ട അവസ്ഥയിലാണോ? നീ തിരിച്ചറിയുന്ന നിലയിൽ, നീ ഒരു ആത്മീയ ഗൃഹമായതുകൊണ്ട് തിരിച്ചറിയത്തക്ക നിലയിൽ ആ മേഖലയുടെ മേലൊരു ദൈവിക സ്വാതന്ത്ര്യം പരിശുദ്ധാത്മാവ് ഇന്ന് പകരാൻ പോവുകയാണ്. തിരിച്ചറിയത്തക്ക നിലയിൽ ആ ദൈവ സാന്നിധ്യത്താലുള്ളൊരു സ്വാതന്ത്ര്യം നിങ്ങളുടെ മേഖലകളിൽ പരിശുദ്ധാത്മാവ് നൽകാൻ പോവുകയാണ്. ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്ന ശരീരങ്ങളുടെ മേൽ സാത്താനിക ശക്തികൾക്ക് വാലിഡിറ്റി ഇല്ല. ദൈവ സാന്നിധ്യം തൊടുന്ന ശരീരങ്ങളുടെ മേൽ, ആത്മീയ ഗൃഹത്തിന്റെ മേൽ സാത്താനിക വേലികൾക്ക് അടിസ്ഥാനമില്ല. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു ശരീരത്തിന്റെ മേൽ, ദൈവ സാന്നിധ്യം കൊണ്ടു നടക്കുന്ന ഒരു ആത്മാവ് എന്ന ഒരു നിലവിൽ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ മേൽ മാനുഷിക വാക്കിന്റെ കോട്ടകൾക്ക് ബലമില്ല. അവൻ എത്ര ഊട്ടി ഉറപ്പിക്കാൻ നോക്കിയാലും അവന്റെ സ്പിരിറ്റിൽ നിന്ന് ശക്തി പുറത്തേക്ക് ഒഴുകുന്നത് വരെ ചില ബന്ധനങ്ങൾക്ക് കാലമുള്ളൂ. ഇന്നിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്ത് നിറഞ്ഞിരിക്കുന്ന ആത്മാവിൽ നിന്നൊരു ശക്തി പുറത്തേക്ക് ഒഴുകും. നിങ്ങളുടെ അകത്ത് നിറഞ്ഞിരിക്കുന്ന, നിങ്ങളുടെ ഗൃഹത്തിനകത്തുള്ളതിൽ നിന്നൊരു പങ്ക് പുറത്തേക്ക് ഒഴുകിക്കഴിഞ്ഞാൽ ആ പങ്ക് പുറത്തെത്തുന്നത് വരെ ഉള്ളൂ ചില ബന്ധനങ്ങളുടെ കാലാവധി, ചില വാക്കിന്റെ ബന്ധനങ്ങളുടെ കാലാവധി, ചില ദുരാലോചന കൊണ്ടുള്ള ബന്ധനങ്ങളുടെ കാലാവധി, ചില തടസ്സങ്ങളുടെ കാലാവധി. ആത്മീയ ഗൃഹമാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കകത്ത് നിന്ന് നശിപ്പിക്കുന്ന ഒരു ശക്തി പുറത്തേക്ക് ഒഴുകും. എന്നെ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ അകത്ത് നിന്ന് നശിപ്പിക്കുന്ന ഒരു ശക്തി പുറത്തേക്ക് ഒഴുകും. താഴേക്ക് വായിച്ചേ, ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ഇത് ശരിക്കും ലിറ്ററലി പാപം ചെയ്യുന്ന മനുഷ്യരോട് പൗലോസ്ലീഹ ആത്മാവിൽ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ്. സ്വന്തം ശരീരം പാപത്തിന് സമർപ്പിക്കുന്നവരോട് പൗലോസ്ലീഹ ചോദിച്ച ചോദ്യം തന്നെയാണ്. ഈ ശരീരം കൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് പാപം ചെയ്യാൻ പറ്റുന്നു? തിന്നാൻ പാടില്ലാത്ത തിന്നും, കുടിക്കാൻ പാടില്ലാത്ത കുടിക്കും, ചെയ്യാൻ പാടില്ലാത്ത ചെയ്യും. അങ്ങനെ വളരെ മ്ലേച്ഛമായ രീതിയിൽ
ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുകയും ആ ശരീരം പാപത്തിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന സഭയോട്, ജനത്തോട് ആത്മാവിൻ്റെ നിയോഗത്തോടെ പൗലോസ് എഴുതി ചോദിച്ച ചോദ്യം തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ എനിക്ക് അതിനകത്തുനിന്ന് പറയാനുള്ളത് രണ്ട് കാര്യവും പറയാനുണ്ട്. ഒന്ന്, സ്വന്തം ശരീരം പാപത്തിന് ഏൽപ്പിക്കുന്ന ആരെങ്കിലും ഈ മീറ്റിങ്ങിൽ ഉണ്ടെങ്കിൽ ഈ ദൂത് നിങ്ങൾക്കുള്ളതാണ്. സ്വന്തം ശരീരം ദൈവത്തിൻ്റെ ഗൃഹമാണ്. എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ആലയത്തിനകത്താണ് വസിക്കുന്നത്. അപ്പോൾ എൻ്റെ ശരീരം ഞാൻ പാപത്തിന് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ശരീരം ദൈവഹിതമല്ലാത്ത മറ്റൊരു വ്യക്തിക്ക് ഞാൻ പാപത്തിന് ഏൽപ്പിച്ചാലും, എൻ്റെ ശരീരം ഞാൻ തന്നെ ഒരു ദൈവഹിതമല്ലാത്ത പ്രവൃത്തിക്ക് സമർപ്പിച്ചാലും, രണ്ടും അത് ദൈവവചനപ്രകാരം പാപം തന്നെയാണ്. ഇത് രണ്ടും ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ആരെങ്കിലും ഈ മീറ്റിങ്ങിലുണ്ടെങ്കിൽ ഈ ആലോചന നിങ്ങൾക്ക് ചിന്തിക്കാനുള്ളതും. രണ്ട്, ഒരു ദൈവഗൃഹമായിരിക്കുന്ന ഞാൻ, ദൈവ സാന്നിധ്യത്തിന് വില കൊടുക്കുന്ന ഞാൻ, ശ്രദ്ധിച്ച് കേൾക്കണം, ദൈവ സാന്നിധ്യത്തിന് വില കൊടുക്കുന്ന ഞാൻ, ദൈവകൃപയെ അധികമായി അനുഭവിച്ചറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഞാൻ, ആ ദൈവ സാന്നിധ്യം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഞാൻ ഈ മന്ദിരത്തെ സൂക്ഷിക്കുകയും ദൈവ സാന്നിധ്യത്തെ ഞാൻ വിലമതിക്കുകയും ചെയ്യുമ്പോൾ ഈ മന്ദിരത്തെ നശിപ്പിക്കാൻ അകത്തു നിന്നൊരു വ്യക്തിയോ പുറത്തു നിന്നൊരു വ്യക്തിയോ തീരുമാനിക്കുന്ന പക്ഷം, ടാർജറ്റ് ചെയ്യുന്ന പക്ഷം, ഉദ്ദേശിക്കുന്ന പക്ഷം, ഗൂഢാലോചന കഴിക്കുന്ന പക്ഷം, പദ്ധതികൾ ആവിഷ്കരിക്കുന്ന പക്ഷം, സമയം നോക്കിയിരിക്കുന്ന പക്ഷം, അവൻ അതിനു വേണ്ടുന്ന പദ്ധതികളൊക്കെ കാണാത്ത തലങ്ങളിൽ അവൻ ചെയ്യുന്ന പക്ഷം, ദൈവവചനം പറയുന്നു, ആത്മീയ ഗൃഹത്തെ ഒരു വ്യക്തി ടാർജറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, ദൈവത്തെ വിളിക്കുന്നവനെയോ കുടുംബത്തെയോ ഒരുത്തൻ ടാർജറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ദൈവത്തെ അന്വേഷിച്ച് ജീവിക്കുന്ന ഒരുവനെയോ ഒരു കുടുംബത്തെയോ അകാരണമായി ബുദ്ധിമുട്ടിക്കുന്നു എന്നുണ്ടെങ്കിൽ, അവൻ നശിക്കണമെന്നും അവൻ തകരണമെന്നും അവൻ മുന്നേറണ്ടെന്നും വളരണ്ടെന്നും അവൻ ഗതി പിടിക്കേണ്ടെന്നും തകർന്നു പോകണമെന്നും പരാജയപ്പെടണമെന്നും നഷ്ടപ്പെടണമെന്നുമൊക്കെ എവിടെയെങ്കിലും ഇരുന്ന് ആരെങ്കിലും ഒന്ന് ചിന്തിക്കുന്ന പക്ഷം, തിരിച്ചറിഞ്ഞ പൗലോസ്ലീഹ അവിടെ എഴുതി വച്ചിരിക്കുന്നു, ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കാതിരിക്കാൻ ബോഡി ഗാർഡിനെ കൊണ്ട് നടക്കണ്ട. ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് നേർച്ച കാഴ്ചകളൊന്നും ഇടണ്ട. ദൈവത്തിൻ്റെ മന്ദിരത്തെ സന്ദർശിക്കാനും ദൈവത്തിൻ്റെ മന്ദിരത്തെ ഒരുക്കാനും ദൈവത്തിൻ്റെ മന്ദിരത്തെ ആശീർവദിക്കാനും ദൈവം അനുദിനം ഒരു ഭക്തൻ്റെ ജീവിതത്തെ വിസിറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഉൽപ്പത്തിയിൽ തുടങ്ങിയതാണ് ദൈവത്തിൻ്റെ സന്ദർശനം, മനുഷ്യരെ സന്ദർശിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ദൈവം ഒരു മനുഷ്യനെ ഓർക്കുന്ന പക്ഷം അവൻ്റെ അരികിലേക്ക് ഇറങ്ങി വരികയും അവനെ സന്ദർശിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്ന ദൈവമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനുവേണ്ടി തന്നെ ദൈവം അദൃശ്യമായിട്ടെങ്കിലും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ കാവൽ ഒരു പ്രാർത്ഥിക്കുന്ന കുടുംബത്തിനും ഭക്തനും ദൈവം നൽകിയിരിക്കുന്നു. അവനെ നേരെ ടാർജറ്റ് ചെയ്യുന്ന, ആ കുടുംബത്തിന് നേരെ ടാർജറ്റ് ചെയ്യുന്ന, ആ കുടുംബം പ്രാർത്ഥിച്ചു ഒരുക്കി വെച്ചിരിക്കുന്ന ചിലതിന് നേരെ ടാർജറ്റ് ചെയ്യുന്ന, ആ കുടുംബം ദൈവസന്നിധിയിൽ പ്രാപിച്ച വെളിപ്പാടിനൊത്തവണ്ണം തയ്യാറാക്കി വെച്ചിരിക്കുന്നതിനെതിരെ ടാർജറ്റ് ചെയ്യുന്ന, അതിനെ പരാജയപ്പെടുത്താനോ നശിപ്പിക്കാനോ അതിനെ ഡിഫീറ്റ് ചെയ്യാനോ എന്തിനു വേണ്ടിയിട്ടോ ടാർജറ്റ് ചെയ്യുന്നവനെ ദൈവം ഡീൽ ചെയ്യും. ഇന്ന് ഞാൻ ദൈവാത്മാവിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും, എൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ആശയം വരികയാണ്. ഭയങ്കരമായി ഭയത്തിലിരിക്കുന്ന ചില കുടുംബം, മറ്റൊരു കുടുംബത്തെ ഭയപ്പെട്ടിരിക്കുന്ന, മറ്റു ചില നിയമ നടപടികളെ ഭയപ്പെട്ടിരിക്കുന്ന, അടുത്ത ഒരു പ്രതിരോധം എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിച്ചിരിക്കുന്ന, ഇന്ന് രാത്രിത്തെ അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് ഭയപ്പെട്ടിരിക്കുന്ന, അടുത്ത ദിവസങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് ഭയപ്പെട്ടിരിക്കുന്ന,
ഏതൊക്കെയോ കുടുംബത്തോട് ദൈവാത്മാവ് പറയുന്നു, നിങ്ങളൊരു ആത്മീയ ഗൃഹമായിരിക്കുമെങ്കിൽ നിങ്ങളെ സംരക്ഷിക്കാൻ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ നിയമവും സേനയും ഇറങ്ങി പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ നിയമവും സേനയും ഇറങ്ങി പ്രവർത്തിക്കും. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അപ്പോൾ ഇതൊരു ആത്മീയ ഗൃഹത്തിൻ്റെ ഭയങ്കര ഭാഗ്യമാണ്. ഇതൊരു ആത്മാവുള്ള മനുഷ്യൻ്റെ ഒരു ഭയങ്കര ഭാഗ്യമാണ്. ഒന്ന്, ദൈവം വസിക്കുന്നു. രണ്ട്, ദൈവത്തിൻ്റെ ഗൃഹമായി ഞാൻ മാറിയിരിക്കുന്നു. 6-ാമത്തെ അധ്യായം, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം, അതിൻ്റെ 6-ാമത്തെ അധ്യായം വീണ്ടും നമുക്ക് 19-ാമത്തെ വാക്യത്തിൽ കൂടെ ഉറപ്പ് തരുന്നു. 19-ാമത്തെ അധ്യായം, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഓണറുണ്ട്, ഒരു ഓണർഷിപ്പുണ്ട്. എന്നെ വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ എനിക്കപ്പോൾ ഒരു ഓണറുണ്ട്. ഇപ്പോൾ ഓണർഷിപ്പ് ഇല്ലാത്ത സാധനമൊന്നുമല്ല ഞാൻ, എനിക്കൊരു ഓണറുണ്ട്. അപ്പോൾ പൗലോസ് അവിടെ ചോദിക്കുന്ന ചോദ്യം, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ പരിശുദ്ധാത്മാവിരിക്കുന്നു, ആ നിങ്ങളെ രക്തം മുഖേന വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. നിങ്ങൾക്കൊരു ഓണറുണ്ട്. ആ വ്യക്തിയെ നശിപ്പിക്കാൻ, ആ വ്യക്തിയെ ഇല്ലാതാക്കാൻ, ആ വ്യക്തിയിൽ നിക്ഷേപിച്ചിരിക്കുന്നതിനെ നശിപ്പിച്ച് കളയാൻ ഒരു വ്യക്തി ചുവട് വെച്ചാൽ സ്വർഗം വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതാണ് പൗലോസിന്റെ ചോദ്യത്തിന്റെ അർത്ഥം. ദൈവം വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലിരിക്കുന്നു. എന്നെ ശ്രദ്ധിച്ച് കേൾക്കണേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലിരിക്കുന്നു. യേശുവിൻ്റെ രക്തം മുഖേന ആ പരിശുദ്ധാത്മാവിനെ എന്നിൽ ഇരിക്കാൻ കഴിയുന്നു. ആ പരിശുദ്ധാത്മാവ് ഇരിക്കുന്ന ഒരു വ്യക്തിയെ നശിപ്പിച്ച് കളയാൻ, ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കുന്നതിനെ നശിപ്പിച്ച് കളയാൻ ഒരു കാണുന്ന മനുഷ്യനോ കാണാൻ കഴിയാത്ത ഒരു സ്പിരിറ്റ് റിലമോ തയ്യാറെടുത്തു കഴിഞ്ഞാൽ സ്വർഗം വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ദൈവാത്മാവിൽ ഈ ദൂതിനെ ഒന്നും കൂടെ ഞാൻ വിശാലമായി പറയുകയാണ്. ഇന്ന് നിനക്ക് നേരെ എഴുന്നേറ്റ് വന്നിരിക്കുന്ന ചില വാക്കുകളാണെങ്കിലും, ടെംപ്റ്റേഷൻ ആണെങ്കിലും, ആഗ്രഹങ്ങളാണെങ്കിലും, ആസക്തികളാണെങ്കിലും, കൊതിയാണെങ്കിലും, താല്പര്യമാണെങ്കിലും, ഇന്ന് നിങ്ങളെയും നിങ്ങളുടെ മനസ്സിനെയും ചിന്തകളെയും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊന്നിൻ്റെയും ഉദ്ദേശം, അതായത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നതും എന്നാൽ കാണാൻ കഴിയാത്തതും, നിങ്ങൾക്ക് തോന്നുന്നതും എന്നാൽ നിങ്ങൾക്ക് പിടിച്ചു മാറ്റാൻ കഴിയാത്തതുമാകുന്ന ഒരു വല്ലാത്ത പ്രേരണ, അത് ഭയമായിട്ടോ അസ്വസ്ഥതകളായിട്ടോ സ്വപ്നങ്ങളായിട്ടോ തോന്നലുകളായിട്ടോ ആസക്തികളായിട്ടോ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ ഇരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ആ പരിശുദ്ധാത്മാവിൽ നിങ്ങൾക്ക് ഓഫർ ചെയ്യപ്പെട്ടിരിക്കുന്ന ചില താലന്തുകൾ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരിൽ ഉണ്ട്. എനിക്ക് വ്യക്തമായി എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചോദിക്കാൻ ഒരു എന്താ പറയുന്നത്, ഒരു തോന്നൽ, ഒരു ഭയങ്കരമാകുന്ന ഒരു തിരതള്ളിക്കയറ്റം ഇങ്ങനെ വരുന്നു. ഈ അസ്വസ്ഥത അനുഭവിക്കുന്ന നിങ്ങൾ തന്നെ ചിലരോട് ദൂത് പറഞ്ഞിട്ടില്ലേ? ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നിങ്ങൾ തന്നെ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വിടുതൽ ലഭിച്ചിട്ടില്ലേ? ഈ അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന നിങ്ങൾ തന്നെ ചിലർക്ക് വരാനുള്ളത് സ്വപ്നം കണ്ടും ദർശനം കണ്ടും പ്രാർത്ഥനയിൽ ലഭിച്ചും ആലോചനകൾ കൈമാറിയിട്ടില്ലേ? ഇപ്പോൾ ചിന്തിക്കൂ, എന്താണപ്പോൾ നിങ്ങളെ ഇന്ന് അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശം? ആ കൃപകളും ആ വരങ്ങളും നഷ്ടപ്പെടുത്തുക, ആ കൃപയും ആ വരങ്ങളും ഇല്ലാതാക്കുക, ആ കോണ്ടാക്ട്, ദൈവവുമായിട്ടുള്ള കോണ്ടാക്ട് ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളിൽ തള്ളിക്കയറുന്ന തിന്മയുടെ ശക്തികളെ നശിപ്പിക്കാൻ നിങ്ങൾ ഒരു വാക്ക് ദൈവത്തോട് ആവശ്യപ്പെട്ടാൽ സ്വർഗം ഇറങ്ങി വരും. കാരണം രണ്ട് കാര്യങ്ങൾ ഇവിടെ ദൈവം വിലമതിക്കുന്നു, വല്ലാതെ വിലമതിക്കുന്നു. ഒന്ന്, പുത്രനാം യേശുക്രിസ്തുവിന്റെ രക്തം.
രണ്ട്, തന്നിലൂടെ നൽകപ്പെട്ട പരിശുദ്ധാത്മാവ്. ഇത് രണ്ടും ഇരിക്കുന്ന ഒരു ശരീരത്തിന്റെ നേരെയുള്ള പ്രത്യക്ഷവും പരോക്ഷവുമായ ഏതൊരാക്രമണങ്ങൾക്ക് വേണ്ടിയിട്ടും സ്വർഗം മുന്നിട്ടിറങ്ങുന്നു. ഇന്ന് അതിനുവേണ്ടി കൊതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പ്രവചിച്ചു പറയുന്നു, നിന്നെ തകർക്കുന്നതിനെ തകർക്കാൻ വേണ്ടി ദൈവം ഇന്ന് തീരുമാനമെടുക്കും. നിന്നെ നശിപ്പിക്കുന്നതിനെ നശിപ്പിക്കാൻ വേണ്ടി ദൈവം ഇന്ന് നിനക്ക് വേണ്ടി ഇറങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ 16-ാമത്തെ വാക്യം നോക്കിക്കേ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിലേക്കൊന്ന് വന്നാൽ, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിലേക്കൊന്ന് വന്നാൽ അതിൻ്റെ 6-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിലേക്കൊന്ന് നോക്കിയാട്ടെ. ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്തു യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകുമെന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ല. ഈ ജീവനുള്ള ദൈവത്തിൻ്റെ പ്രത്യേകത എന്നാന്നറിയാവോ? മൂവി. ജീവനുള്ള ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? മൂവി. വിഗ്രഹങ്ങൾക്ക്, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നടക്കുന്ന ഞാൻ എന്ന ആലയത്തിനകത്ത് നടക്കാത്ത വിഗ്രഹത്തിന് എന്താ യോഗ്യത? ഒരു വിഗ്രഹത്തെ കൊണ്ട് ഞാൻ ഒരിടത്ത് വെച്ചാൽ അത് അവിടെ ഇരിക്കും, പിന്നെ ഞാൻ എടുത്ത് വേറൊരിടത്ത് കൊണ്ടുവച്ചാൽ അത് അങ്ങോട്ട് പോകും. അത്രേ ഉള്ളൂ. അതിന് സ്വയം ഒന്നും ചെയ്യാനൊക്കത്തില്ല. എന്നെ ശ്രദ്ധിച്ചോ, ഇനി ഇപ്പം ഇത് ഞാനൊരു കറക്റ്റ് ഒരു ദൂതിലേക്ക് കണക്ട് ചെയ്ത് തരാം. എന്തിനാ ചില വിഗ്രഹങ്ങളെ നിന്റെ ഉള്ളിൽ കയറ്റി വെച്ചേക്കുന്നതെന്നറിയാവോ? നിങ്ങളെ അലട്ടുന്ന, നിങ്ങൾക്ക് തന്നെ തെറ്റാണ് എന്ന് തോന്നുന്ന ചില വിഗ്രഹങ്ങൾ, ചിലപ്പോൾ ചില വ്യക്തികളായിരിക്കാം, ചിലപ്പോൾ ചില ഹാബിറ്റ്സ് ആയിരിക്കാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. എന്തിനാ നിങ്ങളിങ്ങനെ വെച്ചേക്കുന്നതെന്നറിയാമോ? സ്റ്റക്കപ്പ് ചെയ്യാനാണ്. സ്റ്റക്കപ്പ് ചെയ്ത് നിർത്താനാണ്, പിടിച്ചു നിർത്താനാണ്. വിഗ്രഹം എങ്ങനെ ചലിക്കാതിരിക്കുമോ, വിഗ്രഹം എങ്ങനെ പ്രവർത്തിക്കാതിരിക്കുമോ, വിഗ്രഹം എങ്ങനെ മിണ്ടാതിരിക്കുമോ, അങ്ങനെയാക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ചില പിള്ളേരുടെ അകത്തൊക്കെ ചില വിഗ്രഹങ്ങൾ കയറിക്കഴിഞ്ഞാൽ പിള്ളേർക്ക് പ്രാർത്ഥനയുമായിട്ടും ബന്ധമില്ല, വീട്ടുകാരുമായിട്ട് ബന്ധമില്ല, പിള്ളേർ ചലിക്കാം ഇരിക്കും. ആ പിള്ളേർ മിണ്ടണമെങ്കിൽ ആ വിഗ്രഹം മിണ്ടണം. മനസ്സിലാവുന്നുണ്ടോ? ആ വിഗ്രഹം പിണങ്ങിയാൽ പിന്നെ പിള്ളേർ നമ്മളോട് മിണ്ടത്തില്ല. അതന്നെ, ആ വിഗ്രഹം മനസ്സിനെ ഭരിച്ചുകൊണ്ടിരിക്കുക, ചിന്തയെ ഭരിച്ചുകൊണ്ടിരിക്കുക. ആ കൊച്ചിൻ്റെ ആത്മീയ ജീവിതവും പോവും, ആ കൊച്ചിൻ്റെ കൃപാപരവും പോവും, പ്രവചനപരവും പോവും, ദൈവബന്ധവും പോവും, അപ്പനമ്മയും തമ്മിലുള്ള ബന്ധവും പോകുന്ന മാത്രമല്ല, കൊച്ചിൻ്റെ ജീവിതമേ പോവും. ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? ഇത് ഏറ്റവും അധികം ആക്രമിക്കുന്നത് ആത്മീയരെയാണ്, അറിയാവോ? ഇത് ഏറ്റവും അധികം ആക്രമിക്കുന്നത് ആത്മീയരെയാണ്, പ്രാർത്ഥിക്കുന്നവരെയാണ്, പ്രാർത്ഥിക്കുന്ന സ്ത്രീകളെയും പ്രാർത്ഥിക്കുന്ന പുരുഷന്മാരെയും. പ്രത്യേകിച്ച് അങ്ങനെ പ്രായമൊന്നുമില്ല. പ്രാർത്ഥിക്കുന്ന സ്ത്രീകളെയും പ്രാർത്ഥിക്കുന്ന പുരുഷന്മാർ ചില വിഗ്രഹങ്ങൾ കയറും. ഫോണിൽ കൂടെ ചില വിഗ്രഹങ്ങൾ കയറും അകത്ത്. പ്രൈസ് ദി ലോർഡ്. ഫോണിൽ കൂടെ ചില വിഗ്രഹങ്ങൾ കയറും. ഈ പ്രാർത്ഥിക്കുന്നവരെ സംബന്ധിച്ചൊരിക്കൽ ഫിന്നി സ്റ്റീഫൻ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രാർത്ഥിക്കുന്ന ദേവദാസന്മാരെ സംബന്ധിച്ച് അവർ കേൾക്കേണ്ടി വരുന്ന കാര്യങ്ങൾ, അവർ ഡീൽ ചെയ്യേണ്ടി വരുന്ന, അത് സ്ത്രീ ആണെങ്കിലും പുരുഷന്മാരാണെങ്കിലും കേൾക്കേണ്ടി വരുന്ന, അവർ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പല കാര്യങ്ങൾ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവദാസൻ എന്ന് പറഞ്ഞാൽ, ദൈവദാസി എന്നൊക്കെ പറഞ്ഞാൽ അവർ മനുഷ്യന്മാരാണ്. അപ്പം ചില കേസുകൾ നമ്മളോട് ഓപ്പൺ ചെയ്യാനായിരിക്കും വിളിക്കുന്നത്. അവർക്ക് ആരോടും തുറന്നു പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഇപ്പം ഞങ്ങളോട് തുറന്നു പറയാനായിട്ട് വിളിക്കും. അങ്ങനത്തെ ഒരുപാട് കേസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അത് അതുപോലെ കോൺഫിഡൻഷ്യലും ആയിരിക്കും. അത് എൻ്റെ വൈഫ് പോലും അറിയാറുമില്ല. അങ്ങനെ പറയാൻ പാടില്ല. വൈഫ് പോലും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. അതങ്ങനെ തന്നെ കയറി വൈഫിനെ ഇരുത്തി സംസാരിക്കേണ്ട കാര്യം വൈഫിനെ ഇരുത്തി സംസാരിക്കുകയും ചെയ്യും. അങ്ങനെയുണ്ട്. അങ്ങനെ വേണം കേട്ടോ ദൈവദാസിദാസന്മാരെ. നമ്മൾ ഫാമിലിയോട് ഇരുന്ന് സംസാരിക്കേണ്ട കാര്യം, ഈ ഒരുവരെക്കാൾ ഇരുവർ നല്ലതെന്ന് പറയുന്നത് വൺ മാൻ ഷോ നീ കളിക്കണ്ട എന്നുള്ളതല്ല അതിൻ്റെ മീനിങ്. ആ ഒരു ഏകാന്തതയ്ക്കകത്തുകൂടെ കയറാൻ സാധ്യതയുള്ള സാധനങ്ങൾ വേറെ ഉണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് പിന്നെ പറയാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ സംസാരിക്കുന്ന വിഷയങ്ങൾ അവരുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന, അതിനകത്തുനിന്ന് അവർക്ക് പുറത്തു വരാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ ഫിന്നി സ്റ്റീഫൻ പാസ്റ്റർ പറഞ്ഞൊരു കാര്യമാണ്. നിങ്ങൾ ഡീല് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് മെസ്സേജ് കേട്ടതാണ്, അത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്ക് അത്രയും ക്വാളിറ്റി ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്പിരിറ്റ് റിലത്തിന്
അദ്ദേഹം അത്രയും ദൈവവുമായിട്ടൊരു കോണ്ടാക്റ്റ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന ആ പ്രശ്നം പറയുന്ന അതേ ഫോഴ്സിൽ നമ്മളിലേക്ക് കയറിക്കഴിഞ്ഞാൽ നമ്മൾ അവരെക്കാൾ മോശക്കാരായിത്തീരും. അവർ മോശക്കാരാണെന്നല്ല, അവരെ മോശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അതേ സ്പിരിറ്റ് നമ്മളെ അതിനേക്കാൾ മോശക്കാരാക്കി തീർക്കും. എത്ര കേസുകളുണ്ട്. ഒരു വിഗ്രഹവും ഒരു മനുഷ്യൻ്റെ അകത്ത് കയറരുതെങ്കിൽ, ഒരു വിഗ്രഹവും നിന്നെ ഭരിക്കരുതെങ്കിൽ, ഒരു വിഗ്രഹങ്ങളും, അത് ചലിക്കുന്ന വിഗ്രഹങ്ങളാകട്ടെ ചലിക്കാത്ത വിഗ്രഹങ്ങളാകട്ടെ, അത് അയൽവാസിയാകട്ടെ, അത് പരിചയമില്ലാത്ത ഒരാളാകട്ടെ, അതിപ്പം കണ്ട ആളാകട്ടെ, പിന്നെ പണ്ടെങ്ങാണ്ടോ കണ്ട ആളാകട്ടെ, ഒരു വിഗ്രഹവും നിനക്ക് പ്രയോജനമില്ലാത്ത ഒന്നും, നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യുന്ന ഒന്നും, നിങ്ങളും നിങ്ങളുടെ വിശുദ്ധിയും കളയുന്നതൊന്നും, നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയെ വഞ്ചിക്കുന്നതായിട്ടുള്ളതൊന്നും നിങ്ങളെ ഭരിക്കാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ തന്നെ ഗൃഹമായി മാറണം. ഈ ഗൃഹം മറ്റവന് ഈ സൃഷ്ടിക്കാനുള്ള കഴിവില്ല. ആർക്കാ? അത് തന്നെ, അവന് സൃഷ്ടിക്കാനുള്ള കഴിവില്ല, അവൻ അടിച്ചു മാറ്റാനുള്ള കഴിവേ ഉള്ളൂ. പിടികിട്ടിയോ? ഈ സൃഷ്ടിപ്പ് മുഴുവൻ കർത്താവിൻ്റെ കൺട്രോളിലാണ്, അത് അവൻ എടുക്കാനൊക്കത്തില്ല. സൃഷ്ടിപ്പ് മുഴുവൻ കർത്താവിൻ്റെ കൺട്രോളിലും ഈ പൊളിച്ചു കളയുന്ന കോൺട്രാക്റ്റാണ് പുള്ളി എടുത്തേക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ ആലയമാകുന്ന ഞാൻ, എന്നെ അടിച്ചു മാറ്റാനുള്ള ഉദ്ദേശം മാത്രമേ അവനുള്ളൂ, നടക്കൂല. അതുകൊണ്ടാണ് ഈ ഗൃഹത്തിനകത്ത് ഇപ്പം ആരാ വസിക്കുന്നത്? പരിശുദ്ധയാത്മാവ്. അപ്പം ഇതിലത്തെ എടുത്തു മാറ്റിയിട്ട് കൊണ്ട് അവിടെ വെച്ചിട്ട് അശുദ്ധാത്മാവാക്കാൻ വേണ്ടി എന്നെ അടിച്ചു മാറ്റാൻ നോക്കുക. പിടികിട്ടിയോ? നിങ്ങളെ പറഞ്ഞു എന്നുള്ളത് വേണ്ടല്ലോ, അടിച്ചു മാറ്റാൻ നോക്കുക. അതാണ് അവൻ്റെ ഉദ്ദേശം. ഇവനൊട്ട് സൃഷ്ടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ദൈവത്തിൻ്റെ ഗൃഹത്തെ എങ്ങനെയെങ്കിലും മാന്തി അവൻ്റെ ഇതിലോട്ടാക്കുക. അതാണ് പല വിശ്വാസികളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് പല ദൈവമക്കളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവരാഗ്രഹിച്ചിട്ടല്ല, പക്ഷെ അവരെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോവുക. അത് ചിലപ്പോൾ ഒരു ഫോൺ കോളിലൂടെ ആയിരിക്കാം, ഒരു മെസ്സേജിലൂടെ ആയിരിക്കാം, ഒരു പ്രൈസ് ദ ലോർഡ്. ഇപ്പം ശുശ്രൂഷകരെ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ദൈവവുമായിട്ട് കോണ്ടാക്റ്റ് ഉള്ളത്, കണക്ഷൻ ഉള്ളത്, ദൈവിക കാര്യങ്ങളെക്കുറിച്ച് അറിയാമെന്നുള്ളത്, കണ്ടിട്ടുള്ളത്, അനുഭവിച്ചിട്ടുള്ളത്, ചെയ്തിട്ടുള്ളത് എല്ലാം ശുശ്രൂഷകരാകുന്നത് കൊണ്ടും നാളെ ഇതിനേക്കാൾ വലിയത് അവരിലൂടെ നടക്കുമെന്ന് അവൻ അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഈ ഗൃഹത്തെ അവൻ അങ്ങ് കൈക്കല. ശുഭൻ്റെ നാമം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് അങ്ങനെ ആരെയെങ്കിലുമൊക്കെ കൈയടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, മോനെ, ദൈവാലയത്തിൽ വിഗ്രഹത്തിന് എന്ത് യോഗ്യത? ആ യോഗ്യതയില്ലാത്തതും യോഗ്യതയില്ലാത്തതിനെയൊക്കെ ഒന്ന് മനഃപൂർവ്വമായിട്ട് നിനക്കൊന്ന് ഇപ്പോൾ പുറത്തേക്ക് തള്ളിക്കളയാവോ? കർത്താവ്, എനിക്കിതിനെ വേണ്ടപ്പാ, എന്നെ പിടിച്ചു വെച്ചേക്കുന്നതിനെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പുറത്തേക്ക് തള്ളുകയാണ്. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ തന്നെ ഞാൻ എന്ന ഗൃഹത്തെ ശുദ്ധീകരിക്കണമേ. ദൈവത്തിൻ്റെ വചനം പറയുന്നല്ലോ, എൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കുമെന്ന്. ഇപ്പോൾ എന്നെ ആക്രമിക്കുന്ന പൈശാചിക ശക്തികളെയും സ്വഭാവത്തെയും എന്നിൽ നിന്ന് പൂർണ്ണമായി നശിപ്പിച്ച് കളയണമേ എന്നൊരു വാക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? കോപം അത് ദൈവാലയത്തിൽ യോഗ്യതയില്ലാത്തൊരു വിഗ്രഹമാണ്. ക്രോധം ദൈവാലയത്തിൽ യോഗ്യതയില്ലാത്തൊരു വിഗ്രഹമാണ്. ധനത്തോടുള്ള അമിതമായ ആസക്തി, ധനത്തോടുള്ള ആർത്തി കോപമാണ്, പാപമാണ്. ദൈവാലയത്തിന് യോഗ്യതയില്ലാത്തത് എന്തും നമ്മളെ ഭരിക്കുന്നുണ്ടോ അത് നിന്നെ സ്റ്റക്കപ്പ് ചെയ്യാനാണ്, നിന്നെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലിസൺ ടു മീ. ബ്ലോക്ക് ചെയ്യാൻ നിങ്ങളൊരു വിഗ്രഹത്തെ കൊണ്ടുവച്ചേ, അത് ചലിക്കുമെന്ന് നോക്ക്. നിങ്ങൾ ഊതി നോക്കുക, ആ സാധനം ചലിക്കുമെന്ന് നോക്കാം. വിഗ്രഹം ഊതിയാലും കാറ്റടിച്ചാലും ചലിക്കത്തില്ല ആ സാധനം. അത് ചലിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ എടുത്തപ്പുറത്തേക്ക് വെക്കണം, അതിനപ്പുറത്തോട്ട് വെക്കണം, ഇപ്പുറത്തോട്ട്. ഇത് തന്നെ ആയിരിക്കും. മറ്റുള്ളവർ ഉന്തിത്തള്ളി പോകുന്ന ആത്മീയ ജീവിതത്തിന് ആയുസ് കുറവാണ്. കാര്യം എന്താ? നിങ്ങളെ ഭരിക്കുന്ന എന്തോ ഒരു വിഗ്രഹം, നിങ്ങളിൽ വസിക്കുന്ന നിങ്ങളെ തന്നെ ഒരു വിഗ്രഹ സമാനമാക്കി മാറ്റുന്ന എന്തോ ഒന്ന്
അകത്ത് വസിക്കുന്നു. ദൈവാലയത്തിന് വിഗ്രഹത്തോട് എന്ത് യോഗ്യത? പ്രൈസ് ദ ലോർഡ്. ദൈവാലയത്തിന് വിഗ്രഹത്തോട് എന്ത് യോഗ്യത? എനിക്ക് ഇത് പറയുമ്പോൾ മനസ്സിലാകുന്നത്, കർത്താവ് ഇങ്ങനെ പുറത്തുനിന്നല്ല, അകത്തുനിന്ന് ചിലരെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അകത്തുനിന്ന് റിലീസ് ചെയ്യുകയാണ്. ഇതിപ്പോൾ എല്ലാം പുറത്തുനിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ദൈവശക്തിയും സാന്നിധ്യവും ഒക്കെ പുറത്തുനിന്ന് കിട്ടി. ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയൊക്കെ തലയെ കൈവച്ച് പുറത്തുനിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പ്രശ്നം കിടക്കുന്ന അകത്താണ്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ഹയർ ചെയ്തു, നിങ്ങളെ വാങ്ങി. ആര്? ദൈവം വാങ്ങിയ കാര്യമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ആസ്വദിക്കാൻ എന്തോ തന്നിട്ട്, ഇഷ്ടപ്പെടാൻ എന്തോ തന്നിട്ട്, നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ തോന്നത്തക്ക രീതിയിൽ എന്തോ തന്നിട്ട് നിങ്ങളെ അവൻ വാങ്ങി. മോഷ്ടിച്ചു. വാങ്ങുകയല്ല, മോഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഗൃഹമായ ഒന്നതിനെ മറ്റവൻ കൈവശമാക്കി. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, എൻ്റെ മന്ദിരത്തെ തൊടുന്നവനെ, പൊളിക്കുന്നവനെ ഞാൻ പൊളിക്കും, നശിപ്പിക്കും. ഇന്ന് ആരെയൊക്കെയോ ദൈവം വീണ്ടും സേവ് ചെയ്യാൻ ഇറങ്ങിയിട്ട്. ഇസ്രായേൽ മക്കൾ ഫറവോന്റെ അടിമത്തത്തിൽ, ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കിടന്നപ്പോൾ കർത്താവ് അവരെ മറന്നു കളഞ്ഞില്ല. ചില നാളുകൾ അവർ ദൈവത്തിൻ്റെ കീഴിലുണ്ടായിരുന്നപ്പോൾ ഉള്ള സൗഭാഗ്യവും അടിമത്തത്തിൻ്റെ കീഴിലുണ്ടായിരുന്നപ്പോൾ ഉണ്ടായ ദുരന്തവും എന്താണെന്ന് മനസ്സിലാക്കാൻ ചില വർഷങ്ങൾ അനുവദിച്ചു. ശേഷം ദൈവം ഇറങ്ങി വന്നു. ശേഷം ദൈവം ഒരു പ്രവാചകൻ അവരുടെ അരികിലേക്ക് അയച്ച് അവരെ റിലീസ് ചെയ്തു. എന്തിനാന്ന് ചോദിച്ചാൽ, ആ ഒരു കമ്പാരിസൺ ടേബിൾ ഇവരുടെ കയ്യിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ദൈവാത്മാവിൽ ആരോടൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നപ്പോഴുള്ള സന്തോഷം, സാത്താൻ നിങ്ങളെ ഇപ്പോൾ പീഡിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടാകുന്ന അനുഭവം, ഇത് രണ്ടും കൂടെ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ, ഒന്ന് മനസ്സിലാക്കാം. ഒരു അനലൈസേഷൻ നടത്താൻ, ഒരു അനലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടി നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ചില കാലങ്ങൾ അത് ദൈവാനുബന്ധത്തോടുണ്ടായിരുന്നതായിരുന്നു. ഇന്ന് ദൈവത്തിൻ്റെ അല്പഭാഗത്തുനിന്ന് ആരെയൊക്കെ റിലീസ് ചെയ്ത് തുടങ്ങുകയാണ്. ദൈവം ഉള്ളപ്പോഴുള്ള സന്തോഷവും ആ സാത്താനിക പീഡനം അനുഭവിക്കുമ്പോഴുള്ള നൊമ്പരവും, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോഴുള്ള ജീവിതവും സാത്താനിക പീഡനത്തിനകത്ത് ഇരിക്കുമ്പോഴുള്ള വലിയ പിരിമുറുക്കവും, ഇത് ആരെയൊക്കെയോ കർത്താവ് അകത്തുനിന്ന് റിലീസ് ചെയ്യുകയാണ്. നിങ്ങളുടെ ആ കെട്ടപ്പെട്ട പ്രാർത്ഥനാ ജീവിതം അഴിഞ്ഞു തുടങ്ങും. നിങ്ങളുടെ കെട്ടപ്പെട്ട മൊത്തത്തിൽ സ്റ്റക്കപ്പായി നിൽക്കുന്നത് പോലെ എങ്ങനെയൊക്കെയോ ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്കകത്തോ, ലോക സ്നേഹത്തിനകത്തോ, ലോകത്തിനകത്തോ, ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വെപ്രാളത്തിനകത്തോ എവിടെയൊക്കെയോ ലോക്കായിപ്പോയ അനുഭവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ആരെയൊക്കെയോ ഇപ്പോൾ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ മന്ദിരങ്ങളെ തേടി കർത്താവ് ഇറങ്ങിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ മക്കളെ തേടി ദൈവം ഇറങ്ങിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ദാസന്മാരെ തേടി ദൈവം ഇറങ്ങിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ദൈവം നിന്നെ റിലീസ് ചെയ്യാൻ പോകുന്ന ദിവസമത്രേ. ഹല്ലേലൂയ. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലൂടെ വന്നേ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിലേക്ക് നോക്കിയാട്ടെ. അല്ലേ, വേണ്ട, 19-ാമത്തെ വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 19 മുതൽ 22 വരെ. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരുമത്രേ. ദൈവത്തിൻ്റെ ഭവനക്കാർ. ദൈവികമല്ലാത്ത എന്തൊന്ന് നമ്മെ ഭരിക്കുന്നു, അതിനാൽ ഞാൻ ബുദ്ധിമുട്ടുന്നു, അതിൻ്റെ അറ്റാക്ക് ഞാൻ അനുഭവിക്കുന്നു, അതിൻ്റെ സാന്നിധ്യം എനിക്ക് തോന്നുന്നു എന്നൊക്കെ ആര് പറഞ്ഞാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, ലീഗലി ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ ഭവനക്കാരാണ്. അതിന് മാറാനും പോകുന്നില്ല. പക്ഷെ ബാക്കി നടക്കുന്നതെല്ലാം ഇല്ലീഗലായിട്ടാണ്. മനസ്സിലാക്കണം. ബാക്കി എന്ത് നടന്നാലും ഇല്ലീഗലായിട്ടാണ്. ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ട് കർത്താവിനെ ജീവിതത്തിൽ സ്വീകരിച്ച് സ്നാനമേറ്റ് കഴിഞ്ഞ ആ സെക്കൻഡ് മുതൽ, രക്ഷിതാവും കർത്താവുമായി യേശുക്രിസ്തുവിനെ സ്വീകരിച്ചതു മുതൽ ഞാനും നിങ്ങളും അറിയപ്പെടുന്നത് ദൈവത്തിൻ്റെ ഭവനക്കാർ എന്ന ഒരു പേരിലാണ്. ഹൗസ് ഹോൾഡ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ഭവനക്കാർ, ദൈവത്തിൻ്റെ ഭവനത്തിനകത്തുള്ള സഹപൗരന്മാർ എന്നുള്ളൊരു പേരിലാണ് ദൈവത്തിൻ്റെ ഭവനക്കാർ.
അത് ക്രിസ്തു മൂലക്കല്ലായിരിക്കുന്ന ഏതൊരു കുടുംബത്തിൻ്റെയും കാര്യം അങ്ങനെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ പുറമെ ഞാൻ വല്ലാത്തൊരു അറ്റാക്ക് അനുഭവിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭവനത്തിനകത്ത് എന്തോ ഒരു വല്ലാത്ത ഒരു മൂഖത പിടിച്ച അവസ്ഥയാണ്, എന്തോ ഒരു ഈവിൾ സ്പിരിറ്റിൻ്റെ ഒരു അറ്റാക്ക് പോലെ എനിക്ക് തോന്നുന്നു. എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും അറിഞ്ഞാലും അനുഭവിച്ചാലും അത് സംഭവിക്കുന്നത് മുഴുവനും ഇല്ലീഗലായിട്ടാണ്. ലീഗലി ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതിനകത്തേക്ക് ഒരു എൻട്രി എന്ന് പറയുന്നത് ഇല്ലീഗലാണ്. അനധികൃതമായ ഒരു കടന്നുകയറ്റമാണ് നടക്കുന്നത്. ഇതിനെതിരെ എഴുന്നേൽക്കേണ്ടത് ദൈവത്തിൻ്റെ ഭവനക്കാരാണ്. ശ്രദ്ധിച്ച് കേൾക്കണം, ദൈവത്തിൻ്റെ ഭവനക്കാരാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വീട് അത് വാടകയ്ക്കുള്ളതോ അത് നിങ്ങളുടെ സ്വന്തം ഭവനമോ എന്തോ ആകട്ടെ, നിങ്ങൾ വാടക കൊടുക്കുന്നിടത്തോളം നാൾ അത് നിങ്ങളുടെ വീടാണേ, നിങ്ങളുടെ സ്വന്തം വീടാണേ. അതിൻ്റെ അകത്ത് തൊട്ടപ്പുറ വീട്ടിലുള്ള ഒരുത്തൻ കൊണ്ട് ഒരു തെങ്ങിൻ്റെ തൈ നട്ടാലോ ഒരു തുളസി തൈ നട്ടാലോ നിങ്ങൾ വെറുതെ ഇരിക്കുമോ? നിങ്ങൾ ഇറങ്ങി സംസാരിക്കുമോ? അയ്യോ, അപ്പുറത്തെ എന്നും കാണുന്ന വീട്ടുകാരല്ലേ, നമ്മൾ എങ്ങനെ ചോദിക്കുന്നതെന്ന് പറയൂ? ഇല്ല. നിങ്ങളുടെ അപ്പുറത്തെ വീട്ടിലുള്ള ഒരു വ്യക്തി അവരുടെ വീട്ടിലെ മാലിന്യം, അടുക്കള മാലിന്യം നിങ്ങളുടെ വീടിൻ്റെ വീട്ടുവളപ്പിൽ എവിടെയെങ്കിലും കൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ ഇരിക്കുമോ? അപ്പുറത്തെ വീട്ടുകാരല്ലേ, എങ്ങനെ സംസാരിച്ചാൽ പ്രശ്നമാകില്ല എന്ന് ഓർത്ത് നിങ്ങൾ ഇരിക്കുമോ? നിങ്ങൾ എന്തിന് എന്ന് ഇറങ്ങും, ചോദിക്കും. വഴക്കായില്ലെങ്കിൽ പോലും നിങ്ങൾ എന്തോ ചെയ്യും? ക്വസ്റ്റ്യൻ ചെയ്യും. കാര്യം എന്താണ്? നിങ്ങൾ ചെയ്യുന്നത് ലീഗലായിട്ടുള്ളൊരു കാര്യമല്ല, നിങ്ങൾ ചെയ്യുന്നത് മാന്യതയുള്ളൊരു കാര്യവുമല്ല, നിങ്ങൾ ചെയ്യുന്നത് അപമര്യാദയായ ഒരു കാര്യം, ഇല്ലീഗലായൊരു കാര്യമാണ്. നിങ്ങളുടെ മാലിന്യം നിങ്ങളുടെ വീട്ടുവളപ്പിൽ നിങ്ങൾ സംസ്കരിച്ചോളൂ. നിങ്ങൾ ചെടി നടുന്നത് നിങ്ങളുടെ അതിരിനകത്ത് നിങ്ങൾ നട്ടോളൂ. ഞങ്ങളുടെ അതിരിലേക്ക് നിങ്ങൾ വരരുത്. അതെന്തുകൊണ്ടാണ്? അതെൻ്റെ ഭവനം എന്നൊരു ബോധം എനിക്കുള്ളത് കൊണ്ടാണ്. അത് ഞാൻ ആ ഭവനക്കാരനായതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഇതേ കാര്യം തൊട്ട് അയൽവക്കത്ത് ഒരു വീട്ടുകാരൻ്റെ വീട്ടിലാണ് നടക്കുന്നതെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ എഴുന്നേറ്റ് ചോദിക്കത്തില്ല. കാര്യം എന്താ? അത് ആ ഭവനത്തിലെ ഭവനക്കാരൻ എഴുന്നേൽക്കട്ടെ, അത് അവരല്ലേ ചോദിക്കേണ്ടത് എന്ന് നിങ്ങൾ കരുതും. സോ നമ്മുടെ വീട്ടിനകത്ത്, നമ്മുടെ അതിരിനകത്ത്, എൻ്റെ ബൗണ്ടറിക്കകത്ത്, ഇനി ശ്രദ്ധിച്ചോ, എൻ്റെ ബൗണ്ടറിക്കകത്ത്, എൻ്റെ ടെറിട്ടറിക്കകത്ത്, ശ്രദ്ധിച്ചോ നിങ്ങൾ അത്രയും വാക്ക്, എൻ്റെ ടെറിട്ടറിക്കകത്ത് ക്ലിയർ ആക്കി തരാം. ഞാനൊരു ആത്മീയനാണെങ്കിൽ, ഞാനൊരു ആത്മീയ പൗരനാണെങ്കിൽ, ഞാൻ ദൈവത്തിൻ്റെ ഭവനക്കാരനാണെങ്കിൽ, ഞാനൊരു ആത്മീയ ഗൃഹമാണെങ്കിൽ, ഈ ഗൃഹത്തിനിരിക്കാൻ ദൈവം ഒരു ടെറിട്ടറി തരും. ഈ ഗൃഹത്തിന് പോകാൻ, ഈ ഗൃഹത്തിൽ ഇരിക്കുന്ന ആത്മാവിനെ പ്രവർത്തിക്കാൻ ദൈവം ഒരു ടെറിട്ടറി തരും. ദൈവം ഒരു ബൗണ്ടറി വെച്ചേക്കും. എനിക്ക് ദൈവം ഒരു ബൗണ്ടറി വെച്ചേക്കും. അത് ഈ അളന്ന് 2 ഫീറ്റ് 3 ഫീറ്റ് തരുന്ന ബൗണ്ടറിയുടെ കാര്യമല്ല. ദൈവം അളന്ന് കുറിക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവത്തിൻ്റെ ഹൃദയവിശാലതയ്ക്കനുസരിച്ച് ദൈവം ബൗണ്ടറികൾ തരും, ടെറിട്ടറി തരും. അതിനകത്ത് അനധികൃതമായി ഒരുത്തൻ കയറി പ്ലാന്റ് ചെയ്താൽ, അതിനകത്ത് അനധികൃതമായി പ്ലാന്റേഷൻ നടത്തി കഴിഞ്ഞാൽ അതിനെതിരെ സംസാരിക്കുന്നത് ദൈവമല്ല, ദൈവത്തിൻ്റെ ഭവനക്കാരനായ ഞാനാണ്. കാരണം ദൈവം എന്നെ ഓത്തറൈസ് ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് ദൈവമാണ് ദൈവത്തിൻ്റെ പ്രതിപുരുഷ സ്ഥാനത്ത് എന്നെ വെച്ചേക്കുന്നത്. ഇന്ന് പലരും അങ്ങനെയുള്ള പ്ലാന്റേഷൻ നടത്തിയ സമയം ചോദിക്കേണ്ട സമയം ചോദിക്കാതെയും ഇടപെടേണ്ട സമയം ഇടപെടാതെയും, ഒന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ, പ്രാർത്ഥിക്കേണ്ട സമയം പ്രാർത്ഥിക്കാതെയും ഉപവസിക്കേണ്ട സമയം ഉപവസിക്കാതെയും ശരിയായ സമയത്ത് ചെയ്യേണ്ട നിലപാടുകൾ എടുക്കാതെയും ഇരുന്നത് കൊണ്ടാണ് അതങ്ങ് കയറി വേരാഴത്തിലൂന്നി വളർന്ന് പന്തലിച്ചത്. നിങ്ങളുടെ ടെറിട്ടറിക്കകത്ത്, നിങ്ങളുടെ വാഗ്ദത്തത്തിനകത്ത്, നിങ്ങളുടെ ആത്മീയ ബൗണ്ടറിക്കകത്ത് നിങ്ങളിൽ തന്നെ സാത്താൻ അനധികൃതമായി കൊണ്ട് മാലിന്യം കൊട്ടുകയും അവൻ്റെ വൃക്ഷങ്ങൾ കൊണ്ട് നടുകയും ചെയ്തപ്പോൾ ഇടപെടേണ്ട സമയത്ത് നീ ഒന്ന് എഴുന്നേറ്റിരുന്നെങ്കിൽ, നീ അന്നൊന്ന് സത്യം തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, അന്നൊന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, അന്നൊന്ന് ആത്മാവിൽ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് വേര് പിടിക്കത്തുമില്ലായിരുന്നു, അതിൻ്റെ ഒരു ഫലം അവിടെ കായ്ക്കത്തുമില്ലായിരുന്നു. പക്ഷേ തിരക്കുകൾ വർദ്ധിച്ചപ്പോൾ, ഉദാസീനതകൾ വർദ്ധിച്ചപ്പോൾ, പിന്നീടാകട്ടെ ചിന്തിച്ചപ്പോൾ നിനക്ക് പരിഹരിക്കാൻ പറ്റാത്തതുപോലെ ചിലത് വളർന്നു, പരിഹരിക്കാൻ പറ്റാത്തതുപോലെ ചിലതിൻ്റെ പൊക്കം കൂടി. പക്ഷെ ദൈവാത്മാവിന്ന് ആരെയൊക്കെ ഉണർത്തുകയാണ്, ഇനി മുകളിൽ നിന്ന് താഴോട്ടല്ല നമ്മൾ കട്ട് ചെയ്ത് നീളം കുറയ്ക്കാൻ പോകുന്നേ, അകത്തുനിന്ന് തന്നെ നമ്മളത് വെട്ടാൻ പോവുക.
അതിൻ്റെ വേരടിയിലാണ്, അതിൻ്റെ വേരകത്താണ്. അകത്തുനിന്ന് തന്നെ ദ്രവിച്ചു കഴിഞ്ഞാൽ ആ വൃക്ഷം അങ്ങ് മറിഞ്ഞു വീണോളൂ. പിടികിട്ടുന്നുണ്ടോ? ആ വൃക്ഷം അങ്ങ് മറിഞ്ഞു വീണോളൂ. നിന്റെ അകത്ത് കടന്നുകൂടിയ ചില സംശയങ്ങളുടെ വേരുകൾ, അകത്ത് കയറിയ ചില ദുർചിന്തയുടെ വേരുകൾ നമ്മൾ മുകളിൽ നിന്നല്ലേ വെട്ടുന്നേ. പക്ഷെ കർത്താവ് പറയുക, നിന്റെ വാസസ്ഥലം എന്ന് പറയുന്നത് അകമാണ്. ദൈവത്തിൻ്റെ വാസസ്ഥലം, ഗൃഹം എന്താണെന്ന് ചോദിച്ചാൽ ഈ കാണുന്ന ഔട്ട്ഫിറ്റ് അല്ല, അകമാണ് ദൈവത്തിൻ്റെ ഗൃഹം. ദൈവത്തിൻ്റെ ഗൃഹം അകമാണ്. ആ അകത്തെ വേരുകളെ ദഹിപ്പിച്ച് കളയത്തക്കവണ്ണമുള്ള അഗ്നി ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ, എൻ്റെ മേൽ, നമ്മുടെ മേലൊന്ന് പകരുമ്പോൾ വേണ്ടാത്തതൊക്കെ വേരോടെ നശിച്ചോളും. എത്ര ദൈവമക്കൾക്ക് ആഗ്രഹമുണ്ട്? വേണ്ടാത്തതൊക്കെ വേരോടെ നശിച്ചോളും. നിങ്ങളെ ഭരിക്കുന്ന ചില സംശയം, നിങ്ങൾ എപ്പോഴും നമ്മുടെ അകത്ത് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. നമ്മുടെ അകത്ത് എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, ഒരു യുദ്ധം. അത് മനുഷ്യനുള്ള കാലത്തോളം ഉണ്ട്. എപ്പോഴും യുദ്ധം ഉണ്ടാവും. അകത്ത് യുദ്ധം പുറത്ത് ഭയം എന്നാണ് പൗലോസ് പറയുന്നത്. അകത്ത് യുദ്ധം പുറത്ത് ഭയം. ഇപ്പോൾ യുദ്ധം നടക്കുന്നത് അകത്താണ്. മനസ്സും ആത്മാവും തമ്മിലാണ് യുദ്ധം. അപ്പോൾ വേണ്ടാത്തതെല്ലാം നമുക്ക് നമ്മളെക്കുറിച്ച് ഭയം, നമുക്ക് നമ്മുടെ മക്കളെക്കുറിച്ച് ഭയം, നമുക്ക് നാട്ടുകാരെക്കുറിച്ച് ഭയം, നമുക്ക് പിശാചിനെക്കുറിച്ച് ഭയം, എല്ലാം കുറിച്ചും ഭയമാണ്. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഭീരുത്വത്തിൻ്റെയോ ഭയത്തിൻ്റെയോ ഒന്നും ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സ്വബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ കർത്താവ് നമുക്ക് തന്നത്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് വ്യാപാരം ചെയ്യുന്നത്, ചലിക്കുന്നത്. നമ്മുടെ അകത്ത് കയറിയിരിക്കുന്ന വിഗ്രഹം എന്ന് പറയുന്നത് ചലിക്കുന്നതിനെ കൂടെ ചലിപ്പിക്കാതെ ഇരുത്തുന്ന സാധനം. ഒരു വ്യക്തിയുടെ ഉള്ളിൽ വിഗ്രഹം കയറി എന്തോ നടക്കും. വിഗ്രഹം എങ്ങനെ ഇരിക്കും? അങ്ങനെ ഇരിക്കും. നിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് കയറി എങ്ങനെ ഇരിക്കും? നിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് കയറി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് എങ്ങനെ ഇരിക്കും? അങ്ങനെ നീ ഇരിക്കും. എങ്ങനെ? പരിശുദ്ധാത്മാവ് ഒരിടത്ത് ഇരിക്കത്തില്ല എന്ന്. ചുരുക്കി പറഞ്ഞാൽ യെരുശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ നിങ്ങളിലും എന്നിലും ആ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ എന്നെ നിങ്ങളെ ഒരിടത്ത് ഒതുക്കാനൊക്കത്തില്ല. ഒതുക്കുന്നതിനെയും കൂടെ ഒതുക്കുന്ന ശക്തി എത്രേ എന്നിലും നിങ്ങളിലും പ്രവർത്തിക്കുന്നത്. ഒന്ന് പറഞ്ഞേ, ഒതുക്കാൻ ശ്രമിക്കുന്നതിനെയും ഒതുക്കാൻ വരുന്നതിനെയും കൂടെ ഒതുക്കുന്ന ശക്തി എത്രേ എന്റെയും നിങ്ങളുടെയും അകത്തിരിക്കുന്നത്. യേശുക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ നിന്നെ ഇതുപോലെ ഒന്ന് ഒതുക്കി ഒരിടത്ത് ഇരുത്തിക്കളയാൻ, നിങ്ങളുടെ പ്രാധാന്യത്തെ നഷ്ടപ്പെടുത്താൻ, നിങ്ങളുടെ സീറ്റ് നഷ്ടപ്പെടുത്താൻ, നിങ്ങളുടെ സ്പേസിനെ നഷ്ടപ്പെടുത്താൻ, നിങ്ങളുടെ കോളിങ്ങിനെ നശിപ്പിച്ചു കളയാൻ, നിങ്ങളും നിങ്ങളുടെ ദൈവവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, കോണ്ടാക്ട്, അതിനെ വിച്ഛേദിച്ചു കളയാൻ, നിങ്ങളുടെ മനസ്സിലോ ശരീരത്തിലോ ചിന്തകളിലോ സ്വപ്നങ്ങളിലോ ഓർമ്മകളിലോ വ്യാപിക്കുന്ന ഏതൊന്നിനെയും തകർക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഏതൊക്കെയോ അടിത്തട്ടിൽ കിടക്കുന്ന ദുഷ്ടവേരുകളെ അതിന്റെ വേരോടെ, ആ തായ് വേരോടെ കത്തിച്ചു കളയുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പ്രവർത്തിക്കാൻ തക്കവണ്ണം സജ്ജമായി ഇറങ്ങി വന്നിരിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ചില വിടുതലുകൾ നടക്കും. അകത്തട്ടിൽ തന്നെ ഒരു ഫ്രീഡം, അകത്തട്ടിൽ തന്നെ, അകത്തളത്തിൽ തന്നെ ഒരു റിലീസിംഗ് ഇന്ന് നടക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നെങ്കിൽ ചേർന്നാമേൻ. ആത്മാവിന്റെ ശക്തി വ്യാപിച്ചു തുടങ്ങട്ടെ. ആത്മാവിന്റെ ശക്തി വ്യാപിച്ചു തുടങ്ങട്ടെ. ആത്മാവിന്റെ ശക്തി വ്യാപിച്ചു തുടങ്ങട്ടെ. ഒതുക്കാൻ ശ്രമിക്കുന്നതിനെ ഒതുക്കുന്ന ദൈവശക്തി, കീഴടക്കാൻ ശ്രമിക്കുന്നതിനെ കീഴ്പ്പെടുത്തുന്ന ദൈവശക്തി. ദൈവവചനം പറയുന്നു, യേശുക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. നിന്റെ വളർച്ചയെ മുരടിപ്പിച്ചു വെച്ചത്, പുരോഗതിയെ തടഞ്ഞു വെച്ചത്, ഉയർച്ചയെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് വളരുന്ന ക്രിസ്തുവിന്റെ ശക്തിയാൽ ഇപ്പോൾ തന്നെ ആ മുരടിപ്പിനെ ശാസിക്കുന്നു. ആ വളർച്ച വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യപ്പെടട്ടെ.
എവിടെയെല്ലാം വളർച്ചയെ മുരടിപ്പിച്ചിരിക്കുന്നു, എവിടെയെല്ലാം വളർച്ച, നിന്റെ ആത്മീയ വളർച്ച, കൃപാവരത്തിന്മേലുള്ള വളർച്ച, ശക്തിയിലുള്ള വളർച്ച, സാമ്പത്തികമായ വളർച്ച, ബൗദ്ധികമായ വളർച്ച, ആരോഗ്യത്തിലുള്ള ഉയർച്ച, പുരോഗതി, എല്ലാറ്റിനെയും വളർച്ചയെ മുരടിപ്പിച്ചു വെച്ചതിനെ തകർക്കുന്ന ദൈവത്തിന്റെ മഹാശക്തി ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ചില ശരീരങ്ങളുടെ മേൽ ബന്ധനം അഴിയുമാറ് വെളിപ്പെടട്ടെ. ഓ റാംസധരമമമായ ശാന്തരെ, ഇപ്പോൾ തന്നെ ആത്മമണ്ഡലത്തിൽ ബ്ലോക്കായി നിൽക്കുന്നതെല്ലാം, ആ സ്റ്റക്കപ്പായി നിൽക്കുന്നത് പോലെ അവസ്ഥകളെല്ലാം റിലീസ് ചെയ്യാണ്. എല്ലാ ബ്ലെസ്സിങ്സും റിലീസ് ആകട്ടെ. എല്ലാ വളർച്ച, ക്രിസ്തുവിലുള്ള എല്ലാ വളർച്ചകളും ഇപ്പോൾ തന്നെ റീസ്റ്റാർട്ട് ചെയ്യപ്പെടട്ടെ. എല്ലാ ബ്ലോക്കേജും ക്യാൻസൽ ചെയ്യുകയാണ്. എല്ലാ സ്റ്റക്കപ്പ് ചെയ്ത അവസ്ഥയും ക്യാൻസൽ ചെയ്യുകയാണ്. എല്ലാ കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥകളെയും ക്യാൻസൽ ചെയ്ത് റിലീസ് ചെയ്യുന്നു. ആകാശ മണ്ഡലത്തിൽ ബ്ലോക്കായി നിൽക്കുന്നത്, അന്തരീക്ഷ മണ്ഡലങ്ങളിൽ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്നത്, ഭൗതിക മണ്ഡലത്തിൽ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്ന എല്ലാ വളർച്ചകൾ, അനുഗ്രഹങ്ങൾ, ഉയർച്ചകൾ, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലുള്ള വളർച്ച, അനുസരണത്തോടുള്ള വളർച്ച, എല്ലാ തരത്തിലുള്ള ഭൗതിക അനുഗ്രഹങ്ങളിൽ മേലുള്ള വളർച്ച, ആത്മീയ കാര്യങ്ങളിൽ മേലുള്ള വളർച്ച, കൃപാവരങ്ങളിൽ മേലുള്ള വളർച്ചകൾ എല്ലാം, എല്ലാ വളർച്ചയും ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യപ്പെടട്ടെ. അതിനെതിരെ നിൽക്കുന്ന എല്ലാ ഇല്ലീഗലാകുന്ന പൈശാചിക അവകാശങ്ങളെയും ക്യാൻസൽ ചെയ്യുന്നു. പ്രാർത്ഥിക്ക. Oh Ramana Siante il kamana ramsaderi waidal mahto thalvigada spirit in the rama rinda bagado bar backender libi spirit in the rama ethora baba shela reiga badigal kori waidal tera mahasyam daragada ella sataniya തന്ത്രങ്ങളെയും തകർത്തെറിയുകയാണ്. ആത്മീയ ഗൃഹത്തെ തകർക്കാൻ ശ്രമിക്കുന്ന, രോഗം കൊണ്ടുവന്ന് തകർക്കാൻ, ക്ഷീണം കൊണ്ടുവന്ന് തകർക്കാൻ, ഭാരം കൊണ്ടുവന്ന് തകർക്കാൻ, വിശ്വാസം നശിപ്പിച്ച് തകർക്കാൻ ശ്രമിക്കുന്ന ഏതൊരു പൈശാചിക ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ തകർത്ത് കളയുന്നു. ഇപ്പോൾ തന്നെ തീ കത്തട്ടെ. എല്ലാ സാത്താനിക വേരുകളും എരിഞ്ഞുപോ, കത്തിപ്പോ. Fire in the name of Jesus. In the spirit of the Holy Ghost, spirit of the Holy Ghost, spirit of the Holy Ghost. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. ആത്മീയ ശോഷണം കൊണ്ടുവരുന്ന ആത്മീയ ശോഷണങ്ങളെ ശാസിക്കുന്നു. എല്ലാ സ്പിരിച്വൽ ബ്ലോക്കേജുകളെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. ആ ഡിവൈൻ പവർ ഇപ്പോൾ റിലീസ് ആയി തുടങ്ങട്ടെ. ആത്മീയ ബന്ധനങ്ങൾ അഴിയട്ടെ. ആത്മീയ എതിർപ്പുകൾ തകരട്ടെ. ആത്മീയ അസൂയകൾ യേശുവിന്റെ നാമത്തിൽ തകർക്കുന്നു. ആത്മീയ അസൂയയുടെ കോട്ടകൾ യേശുവിന്റെ നാമത്തിൽ തകർക്കുന്നു. എല്ലാ ഫാമിലിയർ സ്പിരിറ്റിൽ നിന്നുള്ള പിന്തുടർച്ചകളെയും ഡിസ്കണക്ട് ലേബ്ര ടോറ ലെഗറഡിമോഗോ സികബ റംതേനി വൈഡോസ് മാൻഡിൽ തീ കുവാസി ഫയർ മെഷയ ഹുഗേനോ റിയ ലിബർട്ടോറിയം സീല നമോർത്തി ലംതേരിയം ശഗേന റീലം ഷൈബ്രഡോൺ തർഗെ ഫയർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. ഇന്ന് അസാധാരണമാകുന്ന ഒരു ബ്രേക്ക് ത്രൂ നടക്കുന്നു. അതെ, ഇത്രയും നാൾ നിങ്ങൾ പുറത്ത് പ്രാർത്ഥിച്ച് വിടുതലിന് ആഗ്രഹിച്ചു. ഇത് സംഭവിക്കുന്നത് അകത്തുന്നത്രേ. നിങ്ങൾ ആത്മീയ ഗൃഹമായിരിക്കെ ഇത് സംഭവിക്കുന്നത് അകത്തുന്ന 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 യാ ബാബാ ബാബാ ബാ ശാന്തനരരേ മാമാ മാമായോ ഏന മാമാ മാമായ ശക്തരരേ മാമാ മായോ ela brocosa bratango ele gredido conta father mal shaddai romantora ragaski anteri ela credido spirit in the name of Jesus.
ആരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുക മുട്ടോളമല്ല ആരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുക നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്നു തുറക്കനാഥ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്നു തുറക്കനാഥ പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാ പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാ പിന്മഴ നൽകേണം മാലിന്യം മാറേണം നിഞ്ചനമുണർന്നു വേല ചെയ്യുവാ പിന്മഴ പെയ്യേണം മാലിന്യം മാറേണം നിഞ്ചനമുണർന്നു വേല ചെയ്യുവാ. പിതാവേ, ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്ത് വരികയാണ്. ദൈവസന്നിധി അല്ലാതെ ആശ്രയമില്ലാത്തവരാകുന്നു ഞങ്ങൾ. പിതാവേ, അങ്ങയുടെ സാന്നിധ്യത്താലും ശക്തിയാലും അവിടുത്തെ വചന ഉപദേശങ്ങളാലും ഈ സമയം വരെയും ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിച്ച നല്ല കർത്താവേ, ഞങ്ങൾ ധ്യാനിച്ചതുപോലെ വായിച്ചതുപോലെ കേട്ടതുപോലെ ഞങ്ങൾ അറിഞ്ഞതുപോലെ ഞങ്ങളോട് അവിടുന്ന് സംസാരിച്ചതുപോലെ ജീവിക്കുവാൻ ദൈവാത്മാവേ ഞങ്ങൾക്ക് കൃപയും ശക്തിയും പകരണമേ. ഞങ്ങൾക്ക് കൃപയും ശക്തിയും പകരണമേ. ഞങ്ങളെ ഈ ലോകത്തിന് അനുരൂപമാക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീന വലയങ്ങൾ ഞങ്ങൾ അറിഞ്ഞുകൂടാതെയുമൊക്കെ ദൈവമേ, ഞങ്ങൾ ബോധപൂർവവും അല്ലാതെയുമൊക്കെ അവന് കൊടുത്ത ഓരോ ലീഗൽ എഗ്രിമെൻറ്റുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്താൽ ഞങ്ങൾ ആത്മീയ ഭവനം, ഞങ്ങൾ ദൈവത്തിൻ്റെ ഗൃഹം എന്നുള്ള ബോധ്യത്തിൽ ക്യാൻസൽ ചെയ്ത് കളയുന്നു. അതിനെ ഞങ്ങളിപ്പോൾ പൂർണ്ണമായും ഞങ്ങളുടെ ചിന്തകളിൽ നിന്ന്, ഞങ്ങളുടെ ആത്മാവിൽ നിന്ന്, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന്, പ്രാണനിൽ നിന്ന്, ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഏതൊരു അവയവങ്ങളിൽ നിന്നും അതിനെ ക്യാൻസൽ ചെയ്യുന്നു. ഉയരത്തിലെ സാന്നിധ്യവും തീയും ഞങ്ങളുടെ മേൽ വർദ്ധിപ്പിക്കണം. ഞങ്ങളുടെ ആത്മീയ ഗൃഹത്തെ ഒന്നും കൂടെ കർത്താവ് ഇപ്പോൾ ശുദ്ധീകരിപ്പാൻ തീ അയക്കണം. ഇന്നു മുതൽ പരിശുദ്ധാത്മാവിന് ഞങ്ങളിൽ പൂർണ്ണമാകുന്ന സ്വാതന്ത്ര്യം ഞങ്ങൾ തരുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ അവനുമായി ചെയ്ത എല്ലാ ട്രാൻസാക്ഷൻ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ റദ്ദാക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ മേൽ വരണമേ, ഞങ്ങളുടെ ഭരണം ഏറ്റെടുക്കണമേ. ഈ മീറ്റിങ്ങിലായിരിക്കുന്ന സൂമിലും യൂട്യൂബിലുമായിരിക്കുന്ന ഓരോ മക്കളുടെയും നിയന്ത്രണം, ഭരണം, കർത്തൃത്വം നാഥ അവിടുന്ന് ഇപ്പോൾ ഏറ്റെടുത്താലും ഇവർ പ്രാർത്ഥിക്കുന്ന ഏതൊരു വിഷയത്തിൻ്റെ മേലും സ്വർഗീയ പിതാവേ പരിപൂർണമാകുന്നൊരു വിടുതലും ആശ്വാസവും അവിടുന്ന് നൽകണമേ. ഇതിൽ രോഗികളായ ആരുണ്ടെങ്കിലും യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണറുകളാലുള്ള സൗഖ്യം ഞാനിപ്പോൾ തന്നെ റിലീസ് ചെയ്യുന്നു. സ്വീകരിക്കുന്നവരുടെ മേൽ ഇപ്പോൾ അത് ഫലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഞങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളും ശ്രദ്ധ വെച്ച് കേട്ട് ഞങ്ങൾക്ക് അതിൻ്റെ മേൽ ഉത്തരം തരുന്ന അരിമനാഥനെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എല്ലാ മഹത്വവും മാനവും ആരാധനയും സ്തുതി ബഹുമാനവും പുകഴ്ചയും അങ്ങേക്ക് അതൻ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ചേർന്ന് പറയാം. ആമേൻ, ആമേൻ, ആമേൻ.